Hello everyone, let us see how area under velocity time graph gives displacement. അതിനുവേണ്ടി നമ്മളൊരു വെലോസിറ്റി കൺസിഡർ ചെയ്യാണ് 5 meter per second to the right. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. y ആക്സിസിൽ വെലോസിറ്റി, അതിൻ്റെ മോഡ് വാല്യൂ എടുത്താൽ മതി, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. x ആക്സിസിൽ ടൈം എടുക്കാം, ടൈം ഇൻ സെക്കൻഡ്സ്. ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക എന്ന് നോക്കാം. ഇവിടെ എടുക്കുന്ന വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡാണ്. അത് യൂണിഫോം ആണ്. സമയം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി മാറില്ല. അപ്പോൾ യൂണിഫോം മോഷൻ അഥവാ യൂണിഫോം വെലോസിറ്റി. ഇനി ഒരു നിശ്ചിത ടൈം എടുക്കുന്നു, ടി. ആ ടൈം നമുക്കറിയാം, ആ വെലോസിറ്റിയെ ടൈം കൊണ്ട് ഗുണിച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമെന്നറിയാം. അഥവാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഇനി നമ്മൾ രണ്ട് സൈഡിലും ഒരു ടൈം കൊണ്ട് ഗുണിച്ച് നോക്കിയേ. ഇവിടെ വലത്തെ സൈഡിലെ ടൈം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ടൈം 5 സെക്കൻഡാണെന്ന് വിചാരിച്ചോളാം. സപ്പോസ് വെലോസിറ്റി ടൈം 5 സെക്കൻഡാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. 5 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 5 സെക്കൻഡ്. 5 സെക്കൻഡ്, അപ്പോൾ നമുക്ക് സെക്കൻഡ്സ് ക്യാൻസൽ ചെയ്ത് പോയി. ആൻസർ വിൽ ബി 25 മീറ്റേഴ്സ് ടു ദ റൈറ്റ്. ഇതേ കാര്യം ഗ്രാഫിൽ നിന്ന് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതേ കാര്യം ഇത് നമ്മൾ ന്യൂമറിക്കലി ചെയ്യുന്നു. ഗ്രാഫിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗ്രാഫിനകത്ത് ഒരു സൈഡ് ലെങ്ത്ത്, നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ കാണുന്നുണ്ട്. ഒരു സൈഡ്, അതായത് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു സൈഡ് ലെങ്ത്തും ടൈം എന്ന് പറയുന്ന ഒരു സൈഡ് അതിൻ്റെ ബ്രെഡ്ത്തുമായിട്ട് എടുക്കുക. ആ റെക്റ്റാങ്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ആ റെക്റ്റാങ്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഏരിയ, അപ്പോൾ നമ്മൾ പറയും ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയും. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞ് വരച്ചിട്ടുള്ള ലൈനിനും എക്സ് ആക്സിസിനും ഇടയിലുള്ള ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, താങ്ക് യു.